ഹായ്, ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ദിസ് ഈസ് സി എ ഷാഹിദ് അലി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എം എ ഇന്ററിന്റെ പാസിംഗ് പെർസെൻറ്റേജിന്റെ അനാലിസിസ് ആണ്. നമ്മൾ ഇതുവരെ കഴിഞ്ഞ ജൂൺ 2023 തൊട്ട് ജൂൺ 2025 വരെയുള്ള അറ്റംപ്റ്റിലെ കംപ്ലീറ്റ് പാസിംഗ് പെർസെൻറ്റേജ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ഗ്രാഫ് പോലെ. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അടുത്ത എക്സാമിന്, അതായത് December 2025 പാസിംഗ് പെർസെൻറ്റേജ് ഏകദേശം എത്ര ഉണ്ടാവും, ഈ ട്രെൻഡ് എങ്ങനെയാ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നോക്കാം. അതായത് ഇപ്പൊ ജൂൺ 2023 ഇപ്പൊ ഇതില് എന്താ പറയാ, മറ്റേ ഓറഞ്ച് ലൈന് ഫസ്റ്റ് ഗ്രൂപ്പും ബ്ലൂ ലൈന് സെക്കൻഡ് ഗ്രൂപ്പും ഗ്രീൻ ലൈന് ബോത്ത് ഗ്രൂപ്പുമാണ് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ജൂൺ 2023 ഫസ്റ്റ് ഗ്രൂപ്പ് 7.54%, ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് 10.34%, ബോത്ത് ഗ്രൂപ്പ് 17.39% ആയിരുന്നു പാസിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതായത് ജൂൺ 2023 ആണ് നമ്മളുടെ സിലബസ് വന്ന ആ ഒരു സമയം, 2022 സിലബസ് വന്ന സമയം ഏകദേശം ആ ഒരു സമയമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത December 2023 പോയപ്പോൾ എഗെയിൻ ഫസ്റ്റ് ഗ്രൂപ്പ് 10.95, ആ ഒരു സെയിം സീക്വൻസിൽ തന്നെ, ആ ഒരു സെയിം പാരലിൽ തന്നെ പോയി. സെവനിന് കുറച്ചൊരു 3% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായേ. ആൻഡ് നമ്മുടെ ബോത്ത് ഗ്രൂപ്പ് സെയിം അതേ സീക്വൻസ് 17.39 എന്നുള്ളത് 18.29, 1% ഡിഫറൻസ് ഉണ്ടായേ. പക്ഷേ നമ്മളെ സെക്കൻഡ് ഗ്രൂപ്പിൽ ഹ്യൂജ് ഇമ്പാക്ട് 10.34 നിന്ന് ഡയറക്ട്ലി 19.24%-ലോട്ട് പോവുകയാണ് ചെയ്തത്. സോ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് സെക്കൻഡ് ഗ്രൂപ്പിൽ ഉണ്ടായത്. ഈ കമ്മിങ് ടു ജൂൺ 2024 വരികയാണെങ്കിൽ എഗെയിൻ ബോത്ത് ഗ്രൂപ്പ്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് സെയിം പാരൽ, അതായത് 7.54 10.95 ആയി. അവിടുന്ന് ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് 11.06% ആണ് ഉണ്ടായത്. നമ്മുടെ ബോത്ത് ഗ്രൂപ്പ് സെയിം ലെവൽ, അതായത് 17-18 അതേ ലെവലിൽ തന്നെ പോകുന്നു. 17%, കറക്റ്റ് 17%-ലാണ് അന്ന് ഉണ്ടായത്. പക്ഷേ എഗെയിൻ സെക്കൻഡ് ഗ്രൂപ്പ് 29%-ലോട്ട് പോയി, അതായത് 10% ഇമ്പ്രൂവ്മെന്റ് ആണ് നെക്സ്റ്റ് അറ്റംപ്റ്റ് വന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് December 2024 അറ്റംപ്റ്റ് വരുമ്പോഴും എഗെയിൻ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ്, അതായത് 11.06 ഉള്ള 16.10% ആയി, ചെറിയൊരു 5% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. ബോത്ത് ഗ്രൂപ്പ് സെയിം ലെവലിലാണ് പോകുന്നത്, 17% എഗെയിൻ വന്ന്. ആൻഡ് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിൽ 29 ഉള്ളത് ഏകദേശം അതേ ലെവലിൽ തന്നെ, 28.69, ഏകദേശം 29% തന്നെ വന്നു നിന്ന്. ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റിൽ ജൂൺ 2025 അറ്റംപ്റ്റ് നോക്കുമ്പോൾ നമ്മളെ ഫസ്റ്റ് ഗ്രൂപ്പിൽ നേരിയൊരു വീഴ്ച ഉണ്ട്, അതായത് ബാക്ക് ടു 10% തന്നെ പോയി. അതായത് 10% ലെവലിലാണ് നിന്നിരുന്നത്, 10 ലെവലിലാണ് നിന്നിരുന്നത്, 16 പോയിട്ട് അത് നേരെ ബാക്ക് ടു 10 തന്നെ ആയി. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ബാക്ക് ടു അതാണ്ടോ 11.06 ആയിരുന്നു, ബാക്ക് ടു അത് 10 തന്നെ പോയി. മുമ്പ് അത് 10 തന്നെ ആയിരുന്നു, ആ ഒരു ലെവലിൽ തന്നെ തിരിച്ചെത്തി. ഇനി നമ്മളെ സെക്കൻഡ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ 17.77 നിന്ന്, ബോത്ത് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ 17.77 നിന്ന് നേരെ താഴോട്ടാണ് വന്നത്, അതായത് 13.75. അതായത് നോക്കിക്കേ, ഇതുവരെയുള്ള ലെവലിൽ എല്ലായ്പ്പോഴും 17-18, അറൌണ്ട് ഒരു 18-17%, 17-18% ആണ് ബോത്ത് ഗ്രൂപ്പിൽ പാസിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. അത് നേരെ 13.75-ലോട്ട് കുറഞ്ഞു പോയി. ഇനി നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് മെയിൻ സാധനം, സെക്കൻഡ് ഗ്രൂപ്പ് പാസിംഗ് പെർസെൻറ്റേജ് നോക്കിക്കേ, 29 ആയിരുന്നു, അത് 28, ആ റേഞ്ചിൽ തന്നെ പിടിച്ച് 30%, അതായത് 100 എഴുതിയാൽ 30 ആളും സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാവുന്ന രീതിയിലായിരുന്നു ജൂൺ 2025 അറ്റംപ്റ്റിലെ പാസിംഗ് പെർസെൻറ്റേജ്. അപ്പൊ കമ്മിങ് അറ്റംപ്റ്റിൽ ഇതേ രീതിക്ക് തന്നെ ആയിരിക്കും പാസിംഗ് പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ 3 അറ്റംപ്റ്റ് നോക്കിയേ, സെക്കൻഡ് ഗ്രൂപ്പിൽ ഹ്യൂജ് പാസിംഗ് പെർസെൻറ്റേജ്, അതായത് ഒട്ടുമിക്ക സെക്കൻഡ് ഗ്രൂപ്പ് എഴുതുന്ന ആൾക്കാരും പാസ്സാവുന്നുണ്ട്. അതായത് ഓൺ ആൻ ആവറേജ് കമ്പയറിംഗ് ടു ഫസ്റ്റ് ഗ്രൂപ്പിനെക്കാളും സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്യുന്ന ആൾക്കാർ പാസ്സാവുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുന്ന ആൾക്കാർ ആ സെയിം ലെവലിൽ തന്നെ പോകുന്നത്. ബോത്ത് ഗ്രൂപ്പ് അവിടെ നിൽക്കട്ടെ, ബോത്ത് ഗ്രൂപ്പ് എങ്ങനെയായാലും ഇനി വരുന്ന അറ്റംപ്റ്റും ഈ റേഞ്ച് തന്നെ ആയിരിക്കും. ബിറ്റ്വീൻ 15-18% റേഞ്ചിലായിരിക്കും നമ്മളെ ബോത്ത് ഗ്രൂപ്പിന്റെ കമ്മിങ് അറ്റംപ്റ്റിലെ പാസിംഗ് പെർസെൻറ്റേജ്. സെയിം ബിറ്റ്വീൻ 15-18%, 15-ന്റെയും 18-ന്റെയും ഇടയിലുള്ള പാസിംഗ് പെർസെൻറ്റേജ് ആയിരിക്കും നമ്മളെ ബോത്ത് ഗ്രൂപ്പിന് ഉണ്ടാവുക. ആൻഡ് നമ്മുടെ എന്താ പറയാ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കേസാണ്, സെക്കൻഡ് ഗ്രൂപ്പിന്റെ കേസാണ്. സെക്കൻഡ് ഗ്രൂപ്പ് നോക്കിക്കേ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സെക്കൻഡ് ഗ്രൂപ്പ്, എൻ്റെ ഒരു മനസ്സിലാക്കുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായി നിൽക്കുന്നുണ്ടാവും, ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായിട്ടുണ്ടാവില്ല. അവർ ഫസ്റ്റ് ഗ്രൂപ്പും കൂടി പാസ്സായാൽ മാത്രമേ നേരെ അങ്ങോട്ട് പോവുള്ളൂ, ഫൈനൽക്ക് എൻ്റർ ആവുള്ളൂ. ഫൈനൽക്ക് എൻ്റർ ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ അഡ്മിഷൻ രജിസ്ട്രേഷൻസ് ICMA കിട്ടുക. സോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ കമ്മിങ് അറ്റംപ്റ്റിൽ, ഐ തിങ്ക് December 2025 അറ്റംപ്റ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പ് വിൽ ബി എ കുറച്ചും കൂടി ഫേവറബിൾ പേപ്പർ ആയിരിക്കാം, ലിബറൽ പേപ്പർ ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ഊഹം മാത്രമാണ്, ജസ്റ്റ് എ പ്രഡിക്ഷൻ, ശരിയാവില്ല എന്നറിയാം. ഈ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഈ സെക്കൻഡ് ഗ്രൂപ്പിലെ പാസിംഗ് പെർസെൻറ്റേജ് കുറച്ചുകൂടെ എന്താവാം, മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 16 ലെവലിൽ തന്നെ, അതായത് December 2024 16% ഉണ്ടായ അതേ ലെവലിൽ തന്നെ ഈ ഒരു സാധനം ഒരു 16-17% എത്താൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഫോർ ദി ഫസ്റ്റ് ഗ്രൂപ്പ്. നേരെ മറിച്ച് നമ്മളെ സെക്കൻഡ് ഗ്രൂപ്പ് നേരെ
താഴോട്ട് വരാൻ അല്ലെങ്കിൽ ഇതേ ലെവലിൽ തന്നെ പിടിക്കാൻ ഒരു 20 to 25 റേഞ്ചിലോട്ട് എത്താൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് ഗ്രൂപ്പ് ഒന്ന് മേ ബി ഇപ്രാവശ്യം ടൈറ്റ് ആക്കാം. കഴിഞ്ഞ 3 അറ്റംപ്റ്റ് നോക്കി നല്ല പാസിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. അതേ ലെവലിൽ തന്നെ പോകാൻ എന്തായാലും ചാൻസ് ഇല്ല. നേരെ താഴോട്ട് വരാനായിരിക്കും ചാൻസ്. 20 to 25% പോകാം. പക്ഷെ ഫസ്റ്റ് ഗ്രൂപ്പ് ഈ ഡിസംബർ 2025 അറ്റംപ്റ്റ് ഒരു ഗോൾഡൻ അറ്റംപ്റ്റ് ആയിരിക്കും. ബോത്ത് എഴുതുന്നത് അടിപൊളിയായിരിക്കും ഈ അറ്റംപ്റ്റ്. കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് ബെനിഫിഷ്യലി ആയിരിക്കും, സെക്കൻഡ് ഗ്രൂപ്പ് അത്യാവശ്യം എഴുതാനും പറ്റും. സോ ബോത്ത് അത്യാവശ്യം പ്രാവശ്യം നല്ല ഫേവറബിൾ ആയിരിക്കാം ബോത്തിൽ പോകുന്നവർ. ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം അറ്റൻഡ് ചെയ്യുന്നവർ കാര്യമായിട്ട് നോക്കുക. കാരണം നല്ല ഫേവറബിൾ അറ്റംപ്റ്റ് പേപ്പർ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം. നല്ല പാസിംഗ് പെർസെൻറ്റേജ് വരാനും ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് ഗ്രൂപ്പിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ഫൈനലിൽ എത്തിക്കാൻ വേണ്ടി ഇപ്രാവശ്യം ഫസ്റ്റ് ഗ്രൂപ്പ് അത്യാവശ്യം ലിബറൽ ആക്കിയാലേ ICMA ഫൈനലിലോട്ട് കുറച്ച് അഡ്മിഷൻസ് കിട്ടുള്ളൂ. ആ രീതിയിൽ ചിന്തിക്കേണ്ട. ICMA ഒരു ഓർഗനൈസേഷനാണ്, ബിസിനസ് റൺ ചെയ്യണം. സോ ആ രീതിയിൽ ഫൈനലിൽ ആൾക്കാരെ കിട്ടണ്ടേ. സോ ആ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഫസ്റ്റ് ഗ്രൂപ്പിലെ പാസിംഗ് പെർസെൻറ്റേജ് നല്ലതായിരിക്കും. 15 to 18 ഒരു 18 റേഞ്ച്, 20 ഒന്നും പോകില്ല, 18 റേഞ്ച്, 18 to 20 ആ റേഞ്ചിക്കൊക്കെ എത്താം. 20 മേലെ പോകാൻ ചാൻസ് ഇല്ല. പക്ഷേ സെക്കൻഡ് ഗ്രൂപ്പ് ആ ലെവലോ അല്ലെങ്കിൽ 30 എത്തൂല. എന്തായാലും 20 to 25% ആയിരിക്കും സെക്കൻഡ് ഗ്രൂപ്പിന്റെ ലെവൽ. ഇപ്രാവശ്യം സെക്കൻഡ് ഗ്രൂപ്പ് ഒന്നും കൂടെ ടൈറ്റ് ആക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 3 അറ്റംപ്റ്റിൽ നല്ല പാസിംഗ് പെർസെൻറ്റേജ്, നല്ല പേപ്പേഴ്സും ആയിരുന്നു. ഒരു പേപ്പറും നല്ല ടൈറ്റ് ലെവൽ, ഭയങ്കര ലെവൽ പേപ്പർ എന്ന് പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ കമ്പാരിംഗ് ടു ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് ഈസി ആയിരുന്നു കഴിഞ്ഞ 3 അറ്റംപ്റ്റും. കഴിഞ്ഞ കുറച്ച് അറ്റംപ്റ്റ് ഒക്കെ ഫസ്റ്റ് ഗ്രൂപ്പ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് പേപ്പേഴ്സ് തന്നെയായിരുന്നു. അത് പൊളിച്ച് എഴുതി പ്രാവശ്യം ഫസ്റ്റ് ഗ്രൂപ്പ് പേപ്പേഴ്സ് നല്ലതായിരിക്കും. സോ ഫസ്റ്റ് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദിസ് ഈസ് എ ഗോൾഡൻ ചാൻസ് ഫോർ യു, വെരി വെരി ഗോൾഡൻ അറ്റംപ്റ്റ് ഫോർ യു. ഈ അറ്റംപ്റ്റ് തന്നെ മാക്സിമം പിടിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ ആയിരിക്കും പോവുക. ഓക്കെ, വീഡിയോ ഹെൽപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ എല്ലാ ആറ്റിലും കൊടുക്കാറുണ്ട്. നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം, 8943081450. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് പോവുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ട്രെൻഡ് ഒന്നും എല്ലാം നോക്കണ്ട, പഠിക്കുക, മാക്സിമം പഠിക്കുക. ബോത്താണ് ഏറ്റവും നല്ലത് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു തളരണ്ട. ആ അറ്റംപ്റ്റ് ഏതായാലും കഴിഞ്ഞ പെർസെൻറ്റേജ് പോലെ കിട്ടൂല. അതായത് ഒരു 20 to 25 എന്നാലും ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല പേപ്പർ തന്നെ ആയിരിക്കും. പക്ഷേ കമ്പാരിംഗ് ടു സെക്കൻഡ് ഗ്രൂപ്പ് പ്രാവശ്യം ഫസ്റ്റ് ഗ്രൂപ്പിലെ പേപ്പർ അടിപൊളിയായിരിക്കും, നല്ല പേപ്പർ ആയിരിക്കും. ഓക്കെ, ഫേവറബിൾ പേപ്പർ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. സി യു. കമന്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ. ബൈ.